കഴിഞ്ഞ 12 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ ഭാരതം സമസ്ത മേഖലയിലും ആശാവഹമായ മാറ്റം കൈവരിച്ചുവെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചാണ് എൻഡിഎ സർക്കാർ ഭരണം നടത്തുന്നതെന്നും ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള. എൻഡിഎ സ്ഥാനാർത്ഥി എം ബൽരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാഴക്കോട് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ ഭാരതം സമസ്ത മേഖലയിലും ആശാവഹമായ മാറ്റം കൈവരിച്ചുവെന്നും എല്ലാ വിഭാഗവും ജനങ്ങളെയും ചേർത്ത് പിടിച്ചാണ് എൻഡിഎ സർക്കാർ ഭരണം നടത്തുന്നതെന്നും ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. എൻഡിഎ സ്ഥാനാർത്ഥി എം ബൽരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാഴക്കോട് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ സ്ഥിതി എടുത്ത് നോക്കിക്കോളൂ. സാമ്പത്തിക രംഗം, കാർഷിക മേഖല, എന്തിനധികം പറയുന്നു, തീവ്രവാദികളെ നിലക്ക് നിർത്താൻ, മാവോയിസ്റ്റുകളെ നിന്നും ഇന്ത്യ മോചിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലേ? ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? മാവോയിസ്റ്റ് മുക്ത മേഖലയായി നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് ഔപചാരികമായി പ്രഖ്യാപിച്ചിരിക്കുക. കോൺഗ്രസ്സുകാരാ, കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളിത് കാണുന്നില്ലേ? 18 ജില്ലകൾ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട്, നെഹ്റുവിന്റെ കാലം തൊട്ട് മാവോയിസ്റ്റുകളെ കീഴടക്കി അവിടുത്തെ ഭരണം, ബസ്താർ പോലെയുള്ള ജില്ലകളുടെ ഭരണം, അവിടെ നികുതി അടയ്ക്കുന്നത് മാവോയിസ്റ്റുകൾക്കാണ്. പോലീസിന് ശമ്പളം കൊടുക്കുന്നത് മാവോയിസ്റ്റുകളാണ്. 46 ബൂത്ത് പ്രസിഡന്റ് പി സന്ദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഇ കൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ, സംസ്ഥാന സമിതി അംഗം എ വേലായുധൻ, മണ്ഡലം പ്രസിഡന്റുമാരായ എം പ്രശാന്ത്, വിനീത് മുണ്ടമാണി, ജില്ലാ വൈസ് പ്രസിഡന്റ് HR സുകന്യ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ ശോഭന, മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം പ്രകാശൻ, ജനറൽ സെക്രട്ടറി രതീഷ് കല്യാണം എന്നിവർ സംസാരിച്ചു. പി കെ റിനേഷ് സ്വാഗതവും കെ ബിജു തുമ്പയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.